നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസും അറസ്റ്റിലായി. പ്രത്യേക അന്വേഷണ സംഘം ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി ഐസിയുവിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻ ദേവസ്വം പ്രസിഡന്റുമാരും അംഗവുമൊക്കെ അറസ്റ്റിലായിട്ടും ശങ്കരദാസിനെ മാത്രം ഒഴിവാക്കുന്നതിനെ തിങ്കളാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു. മകൻ IPS-കാരനായതാണോ അറസ്റ്റിന് തടസ്സമെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചത്. മാന്യത വേണമെന്നും ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കേസിൽ 11-ാം പ്രതിയായ കെ.പി. ശങ്കരദാസിനെ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. SITയും മജിസ്ട്രേറ്റും സ്വകാര്യ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലായിരുന്നു ശങ്കരദാസ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് നടപടികൾ സ്വീകരിച്ചത്. ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് അറസ്റ്റെന്നാണ് വിവരം. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കർശന ഭാഷയിൽ ചോദ്യം ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണ മോഷണം നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് ഒന്നടങ്കമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഈ ബോർഡിൽ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനെ ആദ്യം തന്നെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ബോർഡ് പ്രസിഡന്റ് N. വാസുവും പിന്നാലെ അറസ്റ്റിലായി. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ അംഗങ്ങളായിരുന്ന N. വിജയകുമാർ, K.P. ശങ്കരദാസ് എന്നിവരുടെ അറസ്റ്റ് അന്ന് നടന്നിരുന്നില്ല. ബോർഡിന് കൂട്ടുത്തരവാദിത്തം സ്വർണ്ണക്കുള്ളയിലുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT വിജയകുമാറിനെയും ശങ്കരദാസിനെയും പ്രതിപട്ടികയിൽ ചേർത്തിരുന്നു. ഇതോടെ ഇരുവരും മുൻകൂർ ജാമ്യം തേടി റാന്നി കോടതിയെ സമീപിച്ചു. കേസ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയതോടെയാണ് ഇവർ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത്. 16-ന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPIയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് എത്തിയത്. ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. അന്വേഷണത്തിൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത് എന്നാണ് തിങ്കളാഴ്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചത്. പത്മകുമാറിന്റെ അടക്കമുള്ള മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ നിരീക്ഷണം നടത്തുകയും വിമർശിക്കുകയും ചെയ്തത്. മകൻ പോലീസ് ഓഫീസർ ആയതിനാൽ കേസിൽ പ്രതിയായതു മുതൽ ദേവസ്വം ബോർഡ് മുൻ അംഗം K.P. ശങ്കരദാസ് ആശുപത്രിയിലാണ്. മാന്യത വേണം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി പറഞ്ഞത്. K.P. ശങ്കരദാസിനെ പരിശോധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ശങ്കരദാസ് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ അബോധാവസ്ഥയിലാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തെളിവായി ഫോട്ടോകളും ചികിത്സാ രേഖകളും ഹാജരാക്കി. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് SIT കടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ICUവിലായിരുന്നു ശങ്കരദാസ്. മുറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി SIT കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതി നിർദ്ദേശം അനുസരിച്ച് തീരുമാനിക്കും. ഇദ്ദേഹത്തെ റിമാൻഡിലാക്കുമെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സ്ഥിതി വരെ അദ്ദേഹം പോലീസ് കാവലിൽ തുടരുമെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി.